നമസ്കാരം, എല്ലാവർക്കും വീണ്ടും ടെക്കി ക്യൂസിലേക്ക് സ്വാഗതം. PSC കഴിഞ്ഞ 4 ഘട്ടങ്ങളിൽ തുടർച്ചയായി ചോദിച്ച ചില ടോപ്പിക്കുകളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടുപിടിക്കുക. 1. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. 2. ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ PM അബ്രഹാം. 3. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് K ബാലകൃഷ്ണൻ നായർ. 4. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. ഓപ്ഷൻസ് നോക്കാം. A 1, 2, 3 ശരിയാണ്. B 2, 3, 4 ശരിയാണ്. C 1, 3, 4 ശരിയാണ്. D 1, 2, 4 ശരിയാണ്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ആൻസർ ഓപ്ഷൻ D ആണ്. 1, 2, 4 ശരിയാണ്. 1. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ PM അബ്രഹാം ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. മൂന്നാമത്തെ ശരിയായ ഉത്തരം, കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത ആയിരുന്നത് ജസ്റ്റിസ് K ബാലകൃഷ്ണൻ നായരല്ല, ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സ്ത്രീ നൽകുന്ന പരാതിയിന്മേൽ എത്ര സമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് തീർപ്പ് കൽപ്പിച്ചിരിക്കണം? ഓപ്ഷൻസ്: പരാതിയുടെ ആദ്യവാദം കേൾക്കുന്ന തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ. B പരാതിയുടെ ആദ്യവാദം കേൾക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ. C പരാതിയുടെ ആദ്യവാദം കേൾക്കുന്ന തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ. D പരാതിയുടെ ആദ്യവാദം കേൾക്കുന്ന തീയതി മുതൽ 100 ദിവസത്തിനുള്ളിൽ. ഇവിടെ ഉത്തരം ഓപ്ഷൻ A ആണ്. പരാതിയുടെ ആദ്യവാദം കേൾക്കുന്ന തീയതി മുതൽ 60 ദിവസത്തിനുള്ളിലാണ് ഒരു ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സ്ത്രീ നൽകുന്ന പരാതിയിന്മേൽ മജിസ്ട്രേറ്റ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. 60 ദിവസം പറഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കണം. അടുത്ത ചോദ്യം, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ്? ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. 2006 ഒക്ടോബർ 26-നാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് അപേക്ഷ തയ്യാറാക്കാനുള്ള എല്ലാ സഹായവും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചെയ്തു കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻസ്: A വകുപ്പ് 5(4), B വകുപ്പ് 7(3), C വകുപ്പ് 8(2), D വകുപ്പ് 6(1). ഉത്തരം ഓപ്ഷൻ D ആണ്, വകുപ്പ് 6(1). വകുപ്പ് 6(1)ലാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് അപേക്ഷ തയ്യാറാക്കാനുള്ള എല്ലാ സഹായവും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചെയ്തു കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ C ആണ്, 2019 ഓഗസ്റ്റ് 1-ന്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഈ വിവരാവകാശ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ പരിഗണിക്കുക. ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ലോകസഭാ സ്പീക്കർ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന പ്രധാനമന്ത്രി തലവനായ സമിതിയിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം? ഇതിൽ ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. 1ഉം 2ഉം. ലോകസഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രധാനമന്ത്രിയും ചേർന്നാണ് രാഷ്ട്രപതിക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. വിവരാവകാശ നിയമത്തെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. 2005 ജൂൺ 15-നാണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇത് പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 മുതലാണ്. വിവരാവകാശ പ്രസ്ഥാനം തുടങ്ങിയത് രാജസ്ഥാനിലാണ്. വിവരാവകാശ നിയമത്തിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടന രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് അരുണ റോയിയാണ്. തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഇത് 1997-ലായിരുന്നു. വിവരാവകാശ നിയമത്തിന് 6 അധ്യായങ്ങളും 31 വകുപ്പുകളും ഉണ്ട്. 2 പട്ടികകൾ അഥവാ ഷെഡ്യൂളുകളും ഉണ്ട്. ഷെഡ്യൂൾ 1 വിവിധ വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയുടെ വിശദാംശങ്ങളും ഷെഡ്യൂൾ 2 വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് സെക്യൂരിറ്റി സ്ഥാപനങ്ങളുടെ പട്ടികയും കുറിച്ചും പറയുന്നു. 2019-ലാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 13, 16, 27 എന്നിവയിലാണ് ഭേദഗതി വരുത്തിയത്. 2005 നിലവിൽ വന്ന നിയമത്തിന്റെ സെക്ഷൻ 13
13 പ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമായിരുന്നു. എന്നാൽ ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധമായിരിക്കുമെന്നാണ് ഈ ഭാഗത്ത് ഭേദഗതി വന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 16. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമായിരിക്കുമെന്നതായിരുന്നു ഈ ഭാഗത്തെ ആദ്യത്തെ ഉള്ളടക്കം. എന്നാൽ ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവിലേക്കായിരിക്കുമെന്നാണ് 2019 ഭേദഗതി ചെയ്തത്. എങ്ങനെയാണ് വിവരാവകാശ നിയമത്തിന് അപേക്ഷിക്കുക എന്ന് നമുക്ക് നോക്കാം. വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരങ്ങൾക്കായി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നിവർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായി, അല്ലാത്തവർക്ക് വെള്ളക്കടലാസിലെ 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചും ഈ നിയമപ്രകാരം വിവരം തിരക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ ലഭിച്ച 30 ദിവസത്തിനകവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ ലഭിച്ച 35 ദിവസത്തിനുള്ളിലും മറുപടി ലഭ്യമാക്കണം. അത് വിവരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ അത് 48 മണിക്കൂറിനകം നൽകണം. ഈ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ദിവസത്തേക്ക് 250 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. 25,000 രൂപയാണ് പരമാവധി പിഴ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികൾക്ക് വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാനാകില്ല. വിവരാവകാശ നിയമപ്രകാരം 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ കേസുകളിൽ ഇടപെടുന്നത്. അത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ, പ്രതിപാദ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. 1. വകുപ്പ് 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണം. വകുപ്പ് 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. വകുപ്പ് 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപവൽക്കരണം. വകുപ്പ് 30 മനുഷ്യാവകാശ കോടതികൾ. ഇതിൽ ഓപ്ഷൻ എ 1, 3 മാത്രം ശരി, ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്, ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്, ഓപ്ഷൻ ഡി 1, 3, 4 ശരിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ്. വകുപ്പ് 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വകുപ്പ് 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും വകുപ്പ് 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപവൽക്കരണത്തെക്കുറിച്ചും പറയുന്നു. വകുപ്പ് 30 മനുഷ്യാവകാശ കോടതികളെക്കുറിച്ചാണ് പറയുന്നത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത്. ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ് ഉള്ളത്. അനൗദ്യോഗിക അംഗങ്ങളും ചെയർമാനും അടക്കം 9 പേരാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചതും ഇദ്ദേഹമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരെല്ലാമെന്ന് നോക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ ഇവയുടെ അധ്യക്ഷരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുള്ളത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ അധികാർ ഭവനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്രയായിരുന്നു. രണ്ടാമത്തെ വ്യക്തി MN വെങ്കിടാചലയ്യാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വ്യക്തി ജസ്റ്റിസ് VS മാലിമത്താണ്. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ രണ്ടാമത്തെ വ്യക്തിയും ആദ്യ വനിതയും ജസ്റ്റിസ് സുജാത V മനോഹറാണ്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയഭാരതി സായനിയാണ്. അദ്ദേഹം ആക്ടിംഗ് ചെയർപേഴ്സണാണ്. അരുൺകുമാർ മിശ്ര ജൂൺ 1 കാലാവധി പൂർത്തിയാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, പോക്സോ എന്ന നിയമത്തിന്റെ പേരിന്റെ പൂർണ്ണ രൂപത്തിൽ P എന്ന അക്ഷരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? A. പ്രിവെൻഷൻ, B. പ്രൊട്ടക്ഷൻ, C. പീനൽ, D. പോലീസ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പ്രൊട്ടക്ഷൻ. പോക്സോ എന്നതിൻ്റെ ഫുൾ ഫോം ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ്. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകളിൽ പോലീസ് എത്ര സമയത്തിനുള്ളിൽ വിഷയം വെൽഫെയർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം? കുറ്റകൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനകമാണ് പോലീസ് വെൽഫെയർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കുറ്റകൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനകം. ഇനി നമുക്ക് പോക്സോ ആയിട്ട് എന്താണെന്ന് നോക്കാം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമമാണ് പോക്സോ ആക്ട്. ഇത് 2012 നവംബർ 14 പ്രാബല്യത്തിൽ വന്നത്. 18 വയസ്സ് താഴെ പ്രായമുള്ളവരെയാണ് നിയമം കുട്ടിയായി പരിഗണിക്കുന്നത്. നിയമപ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയുമാണ്.
ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും പിഴയുമാണ്. അശ്ലീല കാര്യങ്ങൾക്കായി കുട്ടിയെ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ 5 വർഷം വരെ തടവും പിഴയുമാണ്. ഏതെങ്കിലും വ്യക്തി വാണിജ്യ ആവശ്യത്തിനായി ഒരു കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും പിഴയുമാണ്. പോക്സോ നിയമപ്രകാരം ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് കുട്ടിയുടെ വീട്ടിൽ വെച്ചോ, സാധാരണഗതിയിൽ താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ, കുട്ടിയുടെ താല്പര്യപ്രകാരമുള്ള സ്ഥലത്ത് വെച്ചോ ആണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് കഴിവതും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആവണം. ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥ ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. ഓരോ ജില്ലയിലും ഓരോ കോടതി എന്ന നിലയ്ക്കാണ് പോക്സോ കേസിന്റെ വിചാരണയ്ക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകേണ്ട സ്പെഷ്യൽ കോടതികൾ. അടുത്ത ചോദ്യം, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷന്റെ പരമാവധി കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ 6 വർഷം 70 വയസ്സ്, ഓപ്ഷൻ ബി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഓപ്ഷൻ സി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഓപ്ഷൻ ഡി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എ, ഇന്ത്യയുടെ ആദ്യത്തെ സൗര പര്യവേഷണ ദൗത്യമാണ് ആദിത്യ L1. ബി, 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. സി, ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആർ ബിജു ആണ്. ഓപ്ഷൻ ഡി, PSLV C57 ആണ് ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ സി ആണ് തെറ്റ്. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആർ ബിജു അല്ല, നിഗർ ഷാജിയാണ് ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത്? എ, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. ബി, ചന്ദ്രനിലെ താപനിലയുടെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന ചന്ദ്രയാൻ 3 പേലോഡിന്റെ പേരാണ് ചീസ്റ്റ്, ചന്ദ്ര സർഫേസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. സി, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട ലൈവ് സ്ട്രീം ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണമാണ്. ഡി, ചന്ദ്രയാൻ 3 ശേഷമുള്ള ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ ഇതിൽ തെറ്റ് ഉള്ളത് ഓപ്ഷൻ ഡി ആണ്. ചന്ദ്രയാൻ 3 ശേഷമുള്ള ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന രാജ്യം ചൈനയല്ല, ജപ്പാനാണ്. ചന്ദ്രയാനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. തുടർച്ചയായിട്ട് ചോദിച്ച ചോദ്യം, ലാൻഡർ ഏതാ, റോവർ ഏതൊക്കെ? വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ആണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തത്, ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് സോമനാഥാണ്. അദ്ദേഹം ISROന്റെ നിലവിലെ ചെയർമാനാണ് ഡോക്ടർ എസ് സോമനാഥ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത് 2014 ഓഗസ്റ്റ് 15 2, നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 3, നീതി ആയോഗിന്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ ആണ്. 4, നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻസ് നോക്കാം. എ, എല്ലാം ശരിയാണ്. ബി, 1, 2, 4 ശരിയാണ്. സി, 2, 3, 4 ശരിയാണ്. ഡി, 1, 2, 3 ശരിയാണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഇനി നമുക്ക് നീതി ആയോഗിനെ കുറിച്ച് നോക്കാം. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് മുഴുവൻ പേര്. ആസൂത്രണ കമ്മീഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വിശാലമായ ഘടനയാണ് നീതി ആയോഗിനുള്ളത്. ഇതിൻ്റെയും അധ്യക്ഷൻ പ്രധാനമന്ത്രി തന്നെ. ആദ്യത്തെയും നിലവിലെയും അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയയുമാണ്. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. ഇതിൻ്റെ ലക്ഷ്യങ്ങളെ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ലക്ഷ്യങ്ങൾ ഏതൊക്കെ നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.